കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ടി.ജി. പുരുഷോത്തമനെ പ്രശംസിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു. അടുത്തിടെ ഈ ഒരു മത്സരത്തിന് ശേഷം, അതായത് ചെന്നൈയിനെതിരെയുള്ള മത്സരത്തിന് ശേഷമാണ് ഇത്തരം പോസ്റ്റുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അദ്ദേഹം ടീമിനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചു. കാരണം മിക്കേൽ സ്റ്റാറെ പോകുമ്പോൾ ടീമിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ടീമിനെ കരകയറ്റി കൊണ്ടുവരുന്നു ടി.ജി. പുരുഷോത്തമൻ. അപ്പോൾ ആ പുരുഷോത്തമൻ എന്നുള്ള മലയാളി കോച്ചിന്റെ ആ ഒരു ടാക്ടിക്സ് വളരെ പോസിറ്റീവാണെന്നുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് പൊതുവെ വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം 7 മത്സരങ്ങളാണ് ഇപ്പം ടി.ജി. പുരുഷോത്തമന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. അതിൽ 4 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചു. ഒരു മത്സരത്തിൽ സമനിലയായിരുന്നു. പിന്നെ 2 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. അപ്പോൾ ഈസ്റ്റ് ബംഗാളിനെതിരെയൊക്കെ വിജയിക്കേണ്ട മത്സരമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിനൊപ്പം തന്നെ ജംഷഡ്പൂരിനെതിരെയും ടീമിന്റെ ഒരു പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവസാന 7 മത്സരങ്ങൾ, അതായത് സ്റ്റാർ യുഗത്തിന് ശേഷമുള്ള 7 മത്സരങ്ങൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കുറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പോരാട്ട വീര്യമൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് കാണിച്ചിരുന്നു. ഇടയ്ക്ക് ഒരു മത്സരത്തിൽ വീണ്ടും പിന്നോട്ട് പോയെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം അത് വീണ്ടും തിരിച്ചു പിടിച്ചു. ചെന്നൈയിനെതിരെ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം 3-1 തകർപ്പൻ വിജയം. അതും ചെന്നൈയിൽ പോയിട്ട് ചരിത്ര വിജയമാണ്. ISL ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ചെന്നൈയിൽ പോയി തോൽപ്പിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടീം ഗെയിം ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് എതിരാളികളുടെ ഗെയിം അനുസരിച്ച് അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ടാക്ടിക്സിലേക്ക് അദ്ദേഹം പോയി. അറ്റാക്ക് ചെയ്യേണ്ട ടൈമിൽ മാക്സിമം അറ്റാക്ക് ചെയ്യുന്നു, റിസൾട്ട് ഉണ്ടാക്കുന്നു. പക്ഷേ വീണ്ടും ഡിഫൻസിലേക്ക് സെറ്റ് ചെയ്ത് ഡിഫൻസിലേക്ക് പോകേണ്ട സമയത്ത് ഡിഫൻസിലേക്ക് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വിച്ചിങ് ഒക്കെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയപ്പോൾ നമ്മൾ വിചാരിച്ചു വീണ്ടും അറ്റാക്ക് ചെയ്യും. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നേരെ ചെന്നൈയിൻ്റെ കൗണ്ടർ അറ്റാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവർ കുറച്ച് ഡിഫൻസിലേക്ക് വലിയാണ് ചെയ്തത്. പിന്നെ വീണ്ടും അവസരങ്ങൾ വന്നപ്പോൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഒരു സെൻസിബിൾ ആയുള്ള ഒരു പ്ലേ ആണ് ഈ പുരുഷോത്തമൻ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം വെറുതെ എന്തെങ്കിലും ഒരു ശൈലിയിൽ അങ്ങ് പോവാതെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയുള്ള ഒരു പ്ലേ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് നോഹയെ മാറ്റി അമാവിയെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടി പരീക്ഷിച്ചു. ലെഫ്റ്റ് വിങ് കേന്ദ്രീകരിച്ച് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് പോകുന്നത് എന്നുള്ള ആ ഒരു ടാക്ടിക്സിനെ അതുവഴി മറികടക്കാൻ സാധിച്ചു. ചെന്നൈയിലാണെങ്കിലും ഒരു എക്സ്പെക്റ്റഡ് ഗെയിം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് അവരെയും കബളിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയ അറ്റാക്കാണ് കാണാൻ സാധിച്ചു. മിഡിലൂടെ നല്ല രീതിയിലുള്ള ബോൾ സപ്ലൈ ഉണ്ടായി. അതുകൂടാതെ റൈറ്റ് വിങ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ് ആണെങ്കിലും കുറെ ഇമ്പ്രൂവ് ചെയ്തു. സച്ചിൻ സുരേഷിൻ്റെയൊക്കെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നു. ഇപ്പം പഴയ സച്ചിനിൽ നിന്ന് കുറെ മാറ്റങ്ങൾ ചെറിയ തോതിലാണെങ്കിലും വരുന്നുണ്ട്. സച്ചിൻ കുറച്ചും കൂടി ഒരു കോൺഫിഡൻ്റ് ആയിട്ട് സേവുകളൊക്കെ നടത്തുന്നൊരു ഫീലാണ് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ചേഞ്ചസ് ഉണ്ട്. പിന്നെ പെപ്രെ ആണെങ്കിൽ മെയിൻ സ്ട്രൈക്കറായുള്ള ഹിമനസിന് പിന്നിൽ ഒരു അറ്റാക്കിംഗ് മിഡിന്റെ റോളിൽ കളിപ്പിച്ചു. അതും നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കി. പെപ്രെ ആണെങ്കിൽ ഗോളും നേടി മറ്റൊരു ഗോളിലേക്കുള്ള ആ ഒരു നിർണായക നീക്കത്തിൽ പങ്കാളിയായി. പിന്നെ ഒരു ടീം ഗെയിം ആയിരുന്നു. എല്ലാവരും നല്ല ഒത്തിണക്കത്തോടെ കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ടീം വർക്കായിരുന്നു. ഇപ്പോൾ പെപ്ര നേടിയ ആ ഒരു ഗോളിൽ 11 താരങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവായുള്ള വശങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം ചില ധൈര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് ബ്രേവായുള്ള തീരുമാനങ്ങൾ എടുത്തു. നോഹയെ മാറ്റിയതൊരു ബ്രേവായ തീരുമാനമായിരുന്നു. പക്ഷെ അത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പുരുഷോത്തമന് സാധിച്ചു. ലൂണയൊക്കെ കുറച്ചും കൂടെ ആസ്വദിച്ച് ഫ്രീ ആയിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവന്നുണ്ട്. ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പുരുഷോത്തമൻ പറഞ്ഞൊരു കാര്യം ഡിഫൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു. അപ്പം അത് അദ്ദേഹം എപ്പോഴും കളിക്കാരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ. അപ്പം ഡിഫൻസിന്റെ ഒരു പെർഫോമൻസ് ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ മാറ്റങ്ങളുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വലിയ മാറ്റമെന്നല്ല പറയുന്നത്, പക്ഷെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ച് കളിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയത്. ഈവൻ ഡാനിഷിനെയൊക്കെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിനെതിരെ നമ്മൾ കണ്ടു. കാരണം ഇന്നും വഴി കേൾക്കുന്ന ഒരു താരമാണ്. പക്ഷെ ഡാനിഷ് മിഡിൽ നല്ല റോളാണ് വഹിച്ചത് ലൂണയ്ക്കൊപ്പം. ലൂണയാണെങ്കിലും ആ ഡീപ്പ് പൊസിഷനിൽ നല്ല രീതിയിൽ കളിച്ചു. പെപ്ര പിന്നെ ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കിംഗ് ഇതുണ്ടായിരുന്നു. ഹിമനസ് ആണെങ്കിലും എല്ലാവരും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ഫീലാണ് ഈ പുരുഷോത്തമൻ്റെ കീഴിൽ നമുക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ അദ്ദേഹം അത്ര ഒരു ഹൈ പ്രൊഫൈലായിട്ട് എപ്പോഴും കാര്യങ്ങളൊന്നും സമീപിക്കാതെ വളരെ ശ്രദ്ധയോടെ ഇപ്പോൾ ഡഗ്ഔട്ടിലാണെങ്കിലും അദ്ദേഹം വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ വല്ലാതെ കളിക്കാർക്ക് പ്രഷർ കൊടുക്കാതെ ടാക്ടിക്കലി എന്തൊക്കെ ചെയ്യുക, കറക്റ്റ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പുരുഷോത്തമൻ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പം ചിലപ്പം ആരാധകരൊക്കെ പറയും നാളെ 2 കളി തോറ്റതിനെ തിരിച്ചു പറയും. പക്ഷെ അങ്ങനെയല്ല. ഈ 7 മത്സരത്തിലെ പ്രകടനം നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനിലാണ് ഇന്ററിം ഹെഡ് കോച്ചായിട്ട് അദ്ദേഹവും പിന്നെ ഷോർട്സും ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ ഒരു കോച്ചിനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു സീസൺ തന്നെ, പക്ഷെ അത് ഉണ്ടായില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പൊരുതുന്നു എന്നുള്ളതാണ്. ഇപ്പം തന്നെ പ്ലേ ഓഫിലേക്ക് കടക്കുക എന്നുള്ളത് ഇനിയും വലിയ കടമ്പ തന്നെയാണ്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ
പുരുഷോത്തമന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ള ഇപ്പോഴും ആ ഒരു സാധ്യത അവിടെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് റിയൽ ടെസ്റ്റ് വരുന്നത്. കാരണം ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന മത്സരങ്ങളൊക്കെ വമ്പൻ മത്സരങ്ങളാണ്. മോഹൻ ബഗാനാണ് ആദ്യം വരുന്നത്. അറിയല്ലോ, നമ്പർ 1 ടീമാണ് ഇപ്പോൾ നിലവിൽ ISL-നെ. അപ്പോൾ മോഹൻ ബഗാനെ നേരിടുമ്പോൾ ഈ ഒരു ടാക്ടിക്സ് ചിലപ്പോൾ മതിയാവില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ എങ്ങനെ അദ്ദേഹം ആവിഷ്കരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെയുള്ള ആ ഒരു ടീമിൻ്റെ ആ ഒരു മനോനില കുറച്ചൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി മാറ്റാൻ പുരുഷോത്തമന് സാധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ഡിഫൻസ് ഇമ്പ്രൂവ് ആയി, രണ്ടാമത്തെ കാര്യം സ്ഥിരം ടാക്ടിക്സ് മാറ്റി പുതിയ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുതിരാൻ തുടങ്ങി. പിന്നെ അസറിനെ അദ്ദേഹം ഇറക്കി, അതുകൂടാതെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇഷാൻ പട്ടിത വന്നപ്പം കുറച്ചും കൂടി ഒരു ബാക്കപ്പ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പുരുഷോത്തമന്റെ ആ ഒരു റോള്, അതിനൊപ്പം തോമസ് ഷോർസിന്റെയും ആ റോള്, അതിന് നമ്മളൊരു സെല്യൂട്ട് തന്നെ അവർക്ക് കൊടുക്കണം. കാരണം അവർ മികച്ച രീതിയിൽ തന്നെ, അധികം പ്രതീക്ഷയില്ലാതെ ഇരുന്നിട്ട് അവർ മികച്ച രീതിയിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.